ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് വിതരണത്തെ പിന്തുണച്ച് മുൻ യൂത്ത് ലീഗ് നേതാവും ഹൈദരലി തങ്ങളുടെ മകനുമായ മുയീൻ അലി ശിഹാബ് തങ്ങൾ പൊതിച്ചോറിനെ പിന്തുണച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്താണ് പിന്തുണ അറിയിച്ചത്. മന്ത്രി കെ മുരളീധരൻ പൊതിച്ചോറിനെതിരെ രംഗത്ത് വന്നതിന് പിന്നാലെയാണ് മുയീൻ അലി ശിഹാബ് തങ്ങളുടെ പരസ്യ പിന്തുണ. മുബഷീർ പി അക്ബർ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. മുബഷീർ, ഇപ്പോൾ കെ മുരളീധരന്റെ പ്രസ്താവന അത് വലിയ വിവാദമായി കത്തുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു പിന്തുണ വരുന്നത്. അതെ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായിട്ട് കെ മുരളീധരന്റെ ആ പ്രസ്താവനയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി ആളുകൾ രംഗത്ത് വരുന്നുണ്ട്. അതിനിടയിലാണ് ഭരണകക്ഷിയിൽ തന്നെ പെട്ട പ്രധാനപ്പെട്ട ഒരു യുവജന സംഘടനയുടെ മുൻ നേതാവ് കൂടിയായിട്ടുള്ള സയ്യിദ് മുയീൻ അലി ശിഹാബ് തങ്ങൾ, യൂത്ത് ലീഗിന്റെ മുൻ ദേശീയ ഭാരവാഹിയാണ്, അന്തരിച്ച മുസ്ലിം ലീഗിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ഹൈദരലി ശിഹാബ് തങ്ങളുടെ മകൻ കൂടിയാണ്. അദ്ദേഹം ഫേസ്ബുക്കിലൂടെ ഒരു നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്, അതായത് ഫേസ്ബുക്കിൽ നേരത്തെ പോസ്റ്റ് ചെയ്ത ഈ ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോർ വിതരണത്തെ പൂർണ്ണമായിട്ടും പിന്തുണച്ചുകൊണ്ട് പോസ്റ്റ് ചെയ്ത ഒരു കുറിപ്പ് സൈനുദ്ദീൻ ഒളവട്ടൂർ എന്ന് പറയുന്ന വ്യക്തി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ദീർഘമായിട്ടുള്ള ഒരു കുറിപ്പ് ഷെയർ ചെയ്തുകൊണ്ടാണ് മുയീൻ അലി ശിഹാബ് തങ്ങൾ തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ കുറിപ്പിൽ പൂർണ്ണമായിട്ടും ഈ പൊതിച്ചോർ വിതരണം നിലനിർത്തണം, അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് വ്യക്തമായി പറയുന്നത്. അതിന്റെ ലിങ്ക് ഷെയർ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ആ പോസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ആ പോസ്റ്റിൽ മാസങ്ങളോടൊപ്പം കുഞ്ഞുങ്ങൾക്കുൾപ്പെടെ പൊതിച്ചോറ് വിതരണം നടത്തുന്ന ഡിവൈഎഫ്ഐ, CH സെന്റർ, സഹചാരി, സഹായി, വിവിധ സന്നദ്ധ സംഘടനകൾ വിവിധ സമയങ്ങളിലായി നൽകുന്ന ഭക്ഷണമാണ് ഏറ്റവും വലിയ ആശ്രയമെന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്. ഇതിൽ രാവിലെ, ഉച്ചയ്ക്ക്, അത് സമയങ്ങൾ നോക്കാതെ തന്നെ 4 നേരങ്ങളിലായി ലഭിക്കുന്ന ഈ ഭക്ഷണം വിശപ്പടക്കുക മാത്രമല്ല, മറിച്ച് ചികിത്സക്കായി ആശുപത്രിയിൽ കഴിയുന്ന രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് വലിയൊരു സാമ്പത്തികാശ്വാസം കൂടിയാണെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൽ ആ പോസ്റ്റിന്റെ അവസാന ഭാഗത്ത് പറയുന്നത്, സേവനത്തിന് പകരം വാക്കുകളല്ല വേണ്ടത്, പ്രവൃത്തിയാണെന്ന കൃത്യമായിട്ടുള്ള ഓർമ്മപ്പെടുത്തൽ കൂടി ആ ഫേസ്ബുക്ക് പോസ്റ്റ് മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ പോസ്റ്റാണ് മുയീൻ അലി ശിഹാബ് തങ്ങൾ ഷെയർ ചെയ്തിരിക്കുന്നത്. നേരത്തെ യൂത്ത് ലീഗിന്റെ ദേശീയ ഭാരവാഹിയായിരുന്നു അദ്ദേഹം. പിന്നീട് അദ്ദേഹം ഇപ്പോൾ നിലവിൽ സംഘടനയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നില്ല, സംഘടനാ ഭാരവാഹിത്വത്തിലില്ലാത്ത വ്യക്തിയാണെങ്കിലും പാണക്കാട് കുടുംബത്തിലെ പ്രധാനി കൂടിയാണ്. അദ്ദേഹത്തെ പോലെയുള്ള പ്രധാനപ്പെട്ട ആളുകൾ ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോർ വിതരണത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നു എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിശേഷം ഒരു ഭാഗത്ത് കെ മുരളീധരന്റെ പ്രസ്താവനയെ അതിൽ വലിയ വിമർശനം ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് പരോക്ഷമായിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഒരു യൂത്ത് ലീഗിന്റെ മുൻ നേതാവ് ഇക്കാര്യത്തിൽ ആ പ്രതിഷേധം അല്ലെങ്കിൽ ആ വിമർശനം പരസ്യമായിട്ട് രേഖപ്പെടുത്തുന്നത്. സമൂഹ മാധ്യമത്തിലൂടെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് അത് പറഞ്ഞു വെക്കുന്നുണ്ട്. ഏകദേശം 1 മണിക്കൂറിനടുത്തായിരിക്കും ആ പോസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ട് ഇതുവരെ അത് ഡിലീറ്റ് ചെയ്യാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു അബദ്ധം സംഭവിച്ചതല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ നിലപാട് രേഖപ്പെടുത്തുക തന്നെയാണ് ആ പോസ്റ്റിലൂടെ ചെയ്തതെന്ന് പറയേണ്ടി വരും. തീർച്ചയായും മുബഷീർ പി അക്ബറാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.